അപ്പോൾ എല്ലാവർക്കും ഹായ്. ഉണ്ണിയപ്പക്കല്ല് കണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, നമ്മൾ ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഓർത്ത്. പിന്നെ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിൻ്റെ പേര് മുട്ട സുർക്ക എന്നാണ്. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് അരിപ്പൊടിയാണ്. വറുത്ത് വെച്ച അരിപ്പൊടിയാണിത്. ഇനി ഈ അരിപ്പൊടിയിലേക്ക് 1 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 1 സവോള കുഞ്ഞിതായിട്ട് അരിഞ്ഞതും, കുറച്ച് ഇഞ്ചി അരിഞ്ഞതും, കുറച്ച് പച്ചമുളക് അരിഞ്ഞതും, പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മൾ അരിപ്പൊടി എടുത്ത ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുത്തത് കൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് നമുക്കിത് ഇതുപോലെ ബാറ്ററാക്കി എടുക്കാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഉണ്ണിയപ്പച്ചട്ടി വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇൻഡാലിയത്തിൻ്റെ ഉണ്ണിയപ്പക്കല്ലാണ്. നമ്മൾ തയ്യാറാക്കിയ ബാറ്റർ ഒരു 10-15 മിനിറ്റൊക്കെ സോഫ്റ്റ് ആകാൻ വെക്കണം. കല്ല് നന്നായി ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ നല്ല കട്ടിയായിരിക്കുകയാണ്, നല്ല മഴയും തണുപ്പൊക്കെ അല്ലേ. അപ്പോൾ നന്നായി തിളച്ച എണ്ണയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഒരു ഇടത്തരം തീയിൽ വെച്ച് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. അടിഭാഗം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 വശവും വെന്ത് നല്ല സ്വർണ്ണ നിറമാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇനി ബാക്കി മാവ് കൂടി നമുക്കിതുപോലെ ചെയ്തെടുത്തിട്ട് വരാം. നമുക്കിതിന് എളുപ്പത്തിലൊരു ചമ്മന്തി കൂടി തയ്യാറാക്കാം. ചമ്മന്തി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു മുളക് വെള്ളം മേടിക്കുന്ന ബജ്ജിക്കൊക്കെ ചമ്മന്തി എന്ന് പറഞ്ഞു തരുന്നത് ഇതാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് പാലക്കാട്ടിലെ ബജ്ജിക്കൊക്കെ കിട്ടുന്ന ചമ്മന്തി ഓർമ്മ വരുന്നത്. അതിൻ്റെ രുചിയൊന്നും കിട്ടില്ലെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിളാണ്. കുറച്ച് മുളക് പൊടി എടുക്കുക, കുറച്ച് ഉപ്പ് ഇടുക, കുറച്ച് വിനാഗിരി ഒഴിക്കുക, കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ തൊടുപുഴയുടെ ചമ്മന്തി ഇവിടെ റെഡിയായി. കളിയാക്കിയതൊന്നുമല്ല, പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ എങ്ങനെയാണ്, ഓരോ നാട്ടിലും ഓരോ രീതിയല്ലേ. കർക്കിടക മാസം ആയതുകൊണ്ടും ഞാൻ വ്രതമായതുകൊണ്ടും എനിക്കിത് കഴിക്കാൻ യോഗമില്ല. അപ്പോൾ നമുക്കിത് ചമ്മന്തിയിൽ മുക്കി മോളുടെ വായിലോട്ട് കൊടുക്കാം. മുട്ട സുർക്ക അടിപൊളിയായിട്ടുണ്ടെന്നാണ് മോളുടെ അഭിപ്രായം. മുട്ട വെച്ച് ഒരു 4 മണി പലഹാരം നമുക്ക് 10 മിനിറ്റ് വെച്ച് ഉണ്ടാക്കാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.